ന്യൂസ് 16 കേരള. ഗതാഗത നിയമലംഘനം. ഒമാനിൽ 500-ലധികം വാഹനങ്ങൾ പിടിച്ചെടുത്തു. വടക്കൻ ബാത്തിന കൗണ്ടറേറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി റോയൽ ഒമാൻ പോലീസ് ROP നടത്തിയ പരിശോധനയിൽ 519 വാഹനങ്ങൾ പിടിച്ചെടുത്തു. നിയമലംഘകരെ ലക്ഷ്യമിട്ട് നോർത്ത് ബാത്തിന പോലീസ് കമാൻഡ് വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ക്യാമ്പയിന്റെ ഫലമായാണ് 500-ലധികം വാഹനങ്ങൾ പിടിച്ചെടുത്തത്. 3 കാറുകളും 61 മോട്ടോർ സൈക്കിളുകളും 8 ഇലക്ട്രിക് ബൈക്കുകളും 447 സൈക്കിളുകളുമാണ് റോയൽ ഒമാൻ പോലീസ് കണ്ടുകെട്ടിയത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കൽ, ഗതാഗതക്കുരുക്കുണ്ടാക്കൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ഗതാഗത നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പ്രവർത്തനം. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ക്രമസമാധാനം നിലനിർത്തുന്നതിനും അപകടങ്ങൾ തടയുന്നതിനും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസം മസ്കത്ത് ഗവൺമെന്റിലെ ബൗഷറിലെ വിലായത്തിൽ സമാനമായ ഒരു നടപടിയുണ്ടായതിനെ തുടർന്നാണിത്. അശ്രദ്ധമായി വാഹനമോടിച്ചതിനും അഭ്യാസ പ്രകടനം നടത്തിയതിനും പരിഷ്കരിച്ച എക്സോസ്റ്റുകളിലൂടെയും ലൗഡ് സ്പീക്കറുകളിലൂടെയും അമിതമായ ശബ്ദം പുറപ്പെടുവിച്ചതിനും ഡസൻ കണക്കിന് വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ഇത്തരം കുറ്റം ചെയ്താലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പീനൽ കോഡിലെ ആർട്ടിക്കിൾ 294(e) ഉദ്ധരിച്ച് പബ്ലിക് പ്രോസിക്യൂഷന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ ശബ്ദമുണ്ടാക്കുക, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നീ കുറ്റങ്ങൾക്ക് പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തികൾക്ക് 3 മാസം വരെ തടവോ 300 ഒമാൻ റിയാൽ പിഴയോ ലഭിച്ചേക്കാം. ഭാവിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിന് പൊതുസുരക്ഷയുടെയും നിയമങ്ങൾ കർശനമായി നടപ്പാക്കലാക്കുന്നതിന്റെയും പ്രാധാന്യം അധികാരികൾ അടിവരയിട്ടു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.